ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിന്റെ പരിപൂർണമായ അന്ത്യം പ്രഖ്യാപിച്ചത് സ്വപ്നം കണ്ട് ഗസയിൽ കഴിഞ്ഞ 2 വർഷമായി നിർത്താതെ യുദ്ധം തുടരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒടുവിൽ അതേ ഹമാസിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി യുദ്ധം നിർത്തിപ്പോകേണ്ട ഗതികെട്ട അവസ്ഥയുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണ എന്ന് പറയുന്നത് അതിൽ പകുതിയിലേറെയും ഹമാസിൻ്റെ നിർദ്ദേശങ്ങളാണ്. ഒപ്പം ഹമാസിൻ്റെ സമ്പൂർണ്ണ നിരായുധീകരണവും വിദേശ ശക്തികളുടെ ഗസ ഇടപെടലും ഭരണവും ഒന്നും ഹമാസ് അംഗീകരിച്ചിട്ടുമില്ല. അതാണ് യാഥാർത്ഥ്യമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരൊറ്റ മാധ്യമത്തിലും ഒരൊറ്റ വാർത്താ ഏജൻസിയിലും ഹമാസ് പരിപൂർണമായി അമേരിക്ക മുന്നോട്ട് വെച്ച കരാറുകൾ അംഗീകരിച്ചു, വ്യവസ്ഥകൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഹമാസ് പറയുന്നത് പലസ്തീനികൾ തന്നെ പലസ്തീൻ ഭരിക്കണം, പലസ്തീനുകളുടെ നേതൃത്വത്തിൽ ഒരു ഭരണം ഉണ്ടായാൽ ഞങ്ങൾ അതിനോട് സഹകരിക്കും, പരിപൂർണമായ നിരായുധീകരണം എന്നത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ഇസ്രായേൽ അതിവേഗം വെടിനിർത്തലിലേക്ക് കടക്കണം, ഗസയിൽ നിന്ന് പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പരിപൂർണമായി പിന്നോട്ട് പോകണം, ഇങ്ങനെയൊക്കെയാണ് ഹമാസ് പറഞ്ഞത്. ഹമാസിൻ്റെ ആ നിർദ്ദേശങ്ങൾ അതേപടി അംഗീകരിച്ച് ഇസ്രായേൽ പരിപൂർണമായി ഗസയിൽ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗസ പിടിച്ചെടുക്കുന്ന നടപടികൾ ഉടൻ നിർത്തിവെക്കണമെന്നാണ് തൻ്റെ സൈന്യത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടത് എന്ന് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇതിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന ചർച്ചകളേക്കാൾ ഗസയിൽ വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു, ആ പാവങ്ങൾക്ക് സമാധാനം വരുന്നു എന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനമായി നമ്മൾ ഇത്രയും കാലം ഗസയിലേക്ക് നോക്കി നിരന്തരമായി വിഷമിച്ചുകൊണ്ടിരുന്ന ഏകപക്ഷീയമായ ഇസ്രായേലിൻ്റെ ആക്രമണം അതൊടുവിൽ ഒരു യുദ്ധലക്ഷ്യവും കാണാതെ അവസാനിച്ചിരിക്കുന്നു. അതിൽ സമാധാനമുണ്ട്, അതിൽ അല്പം സന്തോഷവുമുണ്ട്. പക്ഷേ 60,000-ലധികം മനുഷ്യരെ കൊലയ്ക്കു കൊടുത്ത് 20,000-ലധികം സാധാരണക്കാരായ കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ട് ഇത്രയും കാലം ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് നെതന്യാഹുവിന് ഒരു ഉത്തരവുമില്ല. കാരണം യുദ്ധലക്ഷ്യങ്ങൾ തന്നെ നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ കേരളത്തിൽ പല വർഗീയവാദികളും പറയുന്നത്, പല വിവരം കെട്ടവന്മാരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ പതനത്തെ തുടർന്നാണ് ഇസ്രായേൽ വെടിനിർത്തിയത് എന്നാണ്. നോക്കുക, ട്രംപിൻ്റെ ഭീഷണിയേറ്റു, കീഴടങ്ങാൻ സമ്മതിച്ച് ഹമാസ്, ചുട്ടുകരിക്കുമെന്ന് ട്രംപ് പേടിച്ച് കീഴടങ്ങി ഹമാസ് എന്നാണ് ഒരു ചാനൽ നാട്ടുകാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ പറയുന്നത്. മറ്റൊന്ന്, ഒടുവിൽ ജൂതൻ്റെ ഷൂ നക്കിക്കൊണ്ട് ഹമാസ് പൂർണ്ണമായും കീഴടങ്ങുന്നു. മൗദൂദി ചാനലിൽ കണ്ണീർ മഴ, ഹമാസിനെ പിന്താങ്ങിയ സുണാപ്പികൾക്ക് നാണക്കേട്. ഈ വർഗീയ വിഷങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഈ പലസ്തീനിൽ മരിക്കുന്നവരുടെ മതം നോക്കി കൈയടിക്കുന്ന, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കണ്ട് ആനന്ദിക്കുന്ന പൈശാചിക മനോനിലയുള്ള നരാധമന്മാരായ വൃത്തികെട്ട ജന്മങ്ങൾ പടച്ചുവിടുന്ന വീഡിയോകൾ, അത് ഈ നാടിന് തന്നെ ശാപമാണെന്ന് പറയേണ്ടി വരും. കാരണം ഹമാസിനല്ല ഇവിടെ ഇരുന്ന ആളുകൾ ജയ് വിളിക്കുന്നത്, ഹമാസിനെ പിന്തുണയ്ക്കുന്നവരുണ്ടാകാം. പക്ഷേ ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലെ പൊതുപ്രവർത്തകരും സാധാരണക്കാരുമൊക്കെ പലസ്തീന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പലസ്തീനും ഹമാസും രണ്ടാണെന്ന് ഈ നാറിയ ജന്മങ്ങൾക്ക് ആരെങ്കിലും ആദ്യം പറഞ്ഞു കൊടുക്കണം. ഹമാസ് എന്നത് ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്, അവർക്ക് അവരുടേതായ ആശയങ്ങളുണ്ട്, അവരുടേതായ നിലപാടുകളുണ്ട്, അവരുടേതായ രീതികളുണ്ട്. പക്ഷേ ഇവിടെ പലസ്തീനിലെ സാധാരണക്കാരെ ഹമാസിൻ്റെ പേര് പറഞ്ഞ് വംശഹത്യയ്ക്ക് വിധേയമാക്കുന്നതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. പിഞ്ചു കുട്ടികളെ കൊന്നു തള്ളുന്നതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. നിരായുധരായ സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരെയും ഒരു കാരണവുമില്ലാതെ ഹമാസിൻ്റെ പേര് പറഞ്ഞ് ഇല്ലായ്മ ചെയ്യുന്നതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോഴേക്കും അത് ഹമാസുമായി കൂട്ടിക്കെട്ടി മതഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കലാണെന്ന് പറഞ്ഞ് വ്യാജ വിഷ നുണപ്രചാരണങ്ങൾ അടിച്ചുവിടുകയാണ് ഇവരുടെയൊക്കെ രീതി. ഇപ്പോൾ കേരളത്തിലെ സുഡാപ്പികൾക്ക് നാണക്കേട് എന്നൊക്കെയാണ് പറയുന്നത്. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി, സംഘപരിവാറിൻ്റെയോ വർഗീയ വിദ്വേഷം വിതയ്ക്കുന്നവരുടെയോ ഒക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വരുന്ന ഒരു വട്ടത്തിനുള്ളിൽ നിർത്താവുന്ന ചില വൃത്തികേടുകൾ വായിച്ച് അതിൽ ആനന്ദം കൊണ്ട് അതാണ് ലോക സത്യമെന്ന് ചിന്തിച്ച് ഇമാതിരി വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും അടിച്ചുവിടുന്ന വിഷജീവികളെ സ്വന്തം കുടുംബത്തിലുള്ളവർ വരെ ഭയത്തോടെ വേണം കാണാൻ. കാരണം എന്താണെന്നറിയോ, ഇവന്മാരൊക്കെ വീട്ടിലെ കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലാനും മടിക്കില്ല. കുഞ്ഞുങ്ങളോടൊന്നും യാതൊരു സ്നേഹവുമില്ലാത്ത പരമ വൃത്തികെട്ടവന്മാരാണ് ഇവരെന്ന് പറയേണ്ടി വരും.
ഇത് ആരൊക്കെയാണ് ഇത് ചെയ്തത്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ഇത് എവിടെ നിന്ന് കിട്ടിയ പോസ്റ്ററാണെന്നൊന്നും എനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില പോസ്റ്ററുകളാണ്. അതായത് കുഞ്ഞുങ്ങൾ പലസ്തീനിൽ മരിച്ചു വീഴുന്നത് കണ്ട് കൈയടിക്കുന്ന മനോനില, സാധാരണക്കാരായ മനുഷ്യർ പട്ടിണി കിടക്കുന്നത് കണ്ട് കൈയടിക്കുന്ന ഒരു വൃത്തികെട്ട മനസ്ഥിതി, സ്ത്രീകളും കുട്ടികളുമൊക്കെ ബോംബേറിൽ കൊല്ലപ്പെടുന്നു, അവരെ വെടിവെച്ച് കൊല്ലുന്നു, അവർ ദയനീയമായി പിടഞ്ഞു വീണ് മരിക്കുന്നു, പരിക്കുകളോടെ മരണം കാത്തു കഴിയുന്നു, കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന് മരിക്കുന്നു. ഇതൊക്കെ കണ്ട് കൈയടിച്ച് സന്തോഷം പൂണ്ട് ഇതൊക്കെ ഇസ്രായേലിൻ്റെ വിജയമാണെന്ന് പറയുന്ന ഒരു 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 ഭ്രാന്തമായ മനോനിലയുടെ ഉൽപ്പന്നങ്ങളാണ് ഇവരൊക്കെ. ഇങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കും? ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഹമാസുമായി ബന്ധപ്പെട്ടിട്ടല്ല. അതായത് പലസ്തീനിൽ ഹമാസിനെ ഇസ്രായേൽ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ ആരും പ്രതിഷേധിക്കുന്നത്. ഈ ലോകത്തെ ജനങ്ങൾ മുഴുവൻ, നിങ്ങൾ വീഡിയോസ് നോക്കുക, യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യങ്ങൾ, ഇസ്രായേലിനും അമേരിക്കയ്ക്കൊപ്പം തുടക്കത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന രാജ്യങ്ങൾ ഒക്കെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണം, പലസ്തീന് സ്വാതന്ത്ര്യം വേണം, പലസ്തീനിൽ അവസാനിക്കണം മനുഷ്യവേട്ട എന്നാണ് പറയുന്നത്. ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ്, കാനഡ, അതുപോലെ തന്നെ അമേരിക്കയിലെ പല പട്ടണങ്ങളും ഒക്കെ പലയിടങ്ങളിൽ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ നോക്കുക, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങൾ പല രാജ്യങ്ങളിലും ഒന്നിച്ചണിചേർന്ന് പലസ്തീന് വേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരമായി, അല്ലെങ്കിൽ പലസ്തീനോട് ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ തീവ്രവാദികളാണ് എന്നായിരിക്കും ഇവിടുത്തെ ഈ സോക്കോൾഡ് വലതുപക്ഷ വർഗീയ വിഷങ്ങളുടെ കാഴ്ചപ്പാട്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഇസ്ലാമിക വർഗീയ രാജ്യങ്ങളാണെന്ന് ഈ നാറുകൾ പറഞ്ഞു വയ്ക്കും. ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ട് തീവ്ര വലതുപക്ഷ വർഗീയത അതിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് 3 നേരവും ഇത് തിന്നുന്നത് പോലെ ഇത് തന്നെ മനഃപ്പാഠമാക്കിയിട്ട് മരിക്കുന്നവരെ പോലും നോക്കി കൊഞ്ഞനം കുത്തുന്ന, ചിരിച്ചു കാണിക്കുന്ന, പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദയനീയ മരണം കാണുമ്പോൾ കൈയടിക്കുന്ന ഇമാതിരി നരാധമന്മാരൊക്കെ നമുക്കിടയിലാണല്ലോ ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടലുണ്ടാകുന്നുണ്ട്. സത്യമായും ഞെട്ടലുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഹമാസ് കീഴടങ്ങുന്നു, പരിപൂർണമായി കീഴടങ്ങി എന്നുള്ളത് തെറ്റായ നെറേറ്റീവാണ്. പല അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. അതിൽ ഹമാസ് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ഒരിക്കലും നിരായുധീകരണത്തെ ഹമാസ് പിന്തുണച്ചിട്ടില്ല. അതായത് ഹമാസ് സ്വയം നിരായുധീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. തെറ്റായ കാര്യമാണ് പറയുന്നത്. അത് ഹമാസിനെ പിന്തുണയ്ക്കുന്നതുകൊണ്ടല്ല, നിങ്ങൾ പറയുന്നത് നുണയായതുകൊണ്ട് പറയുകയാണ്. ഒരു അന്താരാഷ്ട്ര വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ് ശീലിക്കണം. അല്ലാതെ പച്ച നുണകൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ആരെ സുഖിപ്പിക്കാനാണ്, ആരെ വിഡ്ഢികളാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? ഹമാസ് നിരായുധീകരണത്തെ പിന്തുണച്ചിട്ടില്ല. പലസ്തീനികൾ തന്നെ പലസ്തീൻ ഭരിക്കണമെന്നാണ് ഹമാസ് പറയുന്നത്. ഒരിക്കലും പൂർണ്ണമായും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഇവർ അംഗീകരിച്ചിട്ടില്ല. ബന്ദികളെ വിട്ടുകൊടുക്കാമെന്നതാണ് ഹമാസ് അംഗീകരിച്ചിട്ടുള്ള കാര്യം. അതും വളരെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പറ്റില്ല, അതിനല്പം സമയമെടുക്കും. ആ സമയത്തിന് ശേഷം വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഹമാസ് പറഞ്ഞു എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ ഉടൻ തന്നെ വെടിനിർത്തി. അമേരിക്കയുടെ കനത്ത സമ്മർദ്ദമാണ് അതിന് പിന്നിൽ. അമേരിക്കയും ഇസ്രായേലും ഒക്കെ, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലിന് മേൽ ഇത്രയും സമ്മർദ്ദം ചെലുത്താനുള്ള കാര്യം എന്താണ്? ഇത്രയും കാലം കൂടെ നിന്ന രാജ്യങ്ങൾ മുഴുവനും എതിരാവുകയാണ്. ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ്. ഇസ്രായേലിനെ പിന്തുണച്ചാൽ അമേരിക്കയും ഒറ്റപ്പെടും. ട്രംപിൻ്റെ പല സ്വപ്ന പദ്ധതികളും തകരാറിലാവും. ആ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാവും. ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പ്രശ്നമാകും. അങ്ങനെയുള്ള പല 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 കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ അമേരിക്കൻ ജനതയുടെ ഒരു സർവേ ഈ അടുത്തിടെ ഒരു മാധ്യമം പുറത്തുവിട്ടിരുന്നു. അതിൽ 80% അമേരിക്കക്കാരും പറയുന്നത് പലസ്തീനൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്, പലസ്തീൻ സ്വതന്ത്രമാകണമെന്നാണ്. എന്തിനു വേണ്ടിയാണ് യുദ്ധമെന്നാണ് ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അവിടെ നടത്തിയ സർവേയിൽ ചോദിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ മുഴുവനും എതിരാകുന്നു, ലോകരാജ്യങ്ങൾ എതിരാകുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒത്തുതീർപ്പുകൾ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ബന്ദികളെ വിട്ടുകിട്ടിയാൽ യുദ്ധം നിർത്താമെന്നൊരു ഇക്വേഷനിലേക്ക് അമേരിക്ക എത്തുന്നത്. ഈ 20 നിർദ്ദേശങ്ങളിൽ ഹമാസ് അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ബന്ദികളെ വിട്ടുകൊടുക്കാമെന്നുള്ളതാണ്. നിരായുധീകരണം സംബന്ധിച്ചൊന്നും ഹമാസ് തീരുമാനിച്ചിട്ടില്ല. ബാക്കി പദ്ധതികളിൽ മേൽ ചർച്ച വേണം എന്നാണ് ഹമാസ് പറയുന്നത്. അല്ലാതെ പരിപൂർണമായി ഇസ്രായേലിന് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ വന്ന് ഗസ ഭരിച്ചോളൂ, നിങ്ങൾ ഗസ ഏറ്റെടുത്തോളൂ എന്നൊന്നും ഹമാസ് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇല്ലാതാകുന്നത് ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച കൂടി നെതന്യാഹു പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഇപ്പം തന്നെ ഗസ പിടിച്ചെടുക്കാൻ പോവുകയാണ്, ലക്ഷക്കണക്കിന് വരുന്ന ഗസയിലെ അഭയാർത്ഥികളെ ഞങ്ങൾ ഗസയിൽ നിന്ന് പുറന്തള്ളാൻ പോവുകയാണ്, എന്നിട്ട് ഗസ ഞങ്ങളുടേതാക്കി മാറ്റാൻ പോവുകയാണെന്നൊക്കെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് റഫ അതിർത്തി വഴി ആളുകളെ പുറന്തള്ളാൻ വേണ്ടി തെക്കൻ ഗസയിലേക്ക് കൂട്ടപലായനമൊക്കെ നടത്തിച്ചത്. പക്ഷേ ഈജിപ്ത് അപ്പുറത്ത് സൈന്യവുമായി വന്നതോടുകൂടി ഇസ്രായേലിൻ്റെ ആ പദ്ധതിയൊക്കെ പൊളിഞ്ഞു.
അങ്ങനെ ഒരു വഴിക്കും കാര്യങ്ങൾ നടക്കാതെ വരികയും അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാവുകയും 40ഓളം രാജ്യങ്ങളിൽ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ഗസയിലേക്ക് വരികയും ഇസ്രായേൽ സൈന്യം അവരെ തടഞ്ഞു വെക്കുകയും അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശ്നമാവുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ അമേരിക്ക ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇസ്രായേലിനോട് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതിനെ ഹമാസിൻ്റെ വീഴ്ചയായും കീഴടങ്ങലായും അതുപോലെ തന്നെ പലസ്തീൻ്റെ തകർച്ചയായും പലസ്തീൻ്റെ നാശമായും ഒക്കെ വിലയിരുത്തുന്നതിൽ ശരികേടുകളുണ്ട്, അത് വ്യാജമാണ്. പക്ഷേ ഇവിടെ ആര് ജയിച്ചു ആര് തോറ്റു എന്നൊക്കെ ചോദിക്കുന്നതിനപ്പുറം ഇസ്രായേലിൻ്റെ ഗസ പിടിച്ചെടുക്കൽ ആട്ടപടലം പൊളിഞ്ഞിരിക്കുന്നു. ഗസയിലെ ജനങ്ങളെ കൊന്നുതള്ളി അവിടെ പരിപൂർണമായി ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതി പൊളിഞ്ഞിരിക്കുന്നു. യുദ്ധം അവസാനിച്ചിരിക്കുന്നു താൽക്കാലികമായിട്ടാണെങ്കിലും. ഇതെല്ലാം സമാധാനം നൽകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അത് സന്തോഷം പകരുന്ന കാഴ്ചയുമാണ്. ഗസയിലെ ജനങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം ഉണ്ടാകട്ടെ, സമാധാനത്തോടെ ജീവിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്നതാണ് പ്രതീക്ഷയും പ്രത്യാശയും.